ദൈവത്തിന്റെ ധന്യത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവദാസിദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനത്തെയും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: വഴി എന്നെ അറിയിക്കണമേ, നിന്റെ പാതയെ എനിക്ക് ഉപദേശിച്ചു തരണമേ. 4-ാം വാക്യം. 5-ാം വാക്യത്തിൽ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ മനോഹരമായിരിക്കുന്ന ഒരു സന്ദേശമാണ്, ഒരു പ്രാർത്ഥനാ ഗാനമാണ്. താഴോട്ടുള്ള അധ്യായങ്ങളിൽ ശക്തമായ പ്രതിസന്ധികൾ ദാവീദ് അനുഭവിക്കുകയാണ്. പക്ഷേ തൻ്റെ പ്രാർത്ഥന 4-ാമത്തെ വാക്യത്തിലെ പ്രാർത്ഥന ഇങ്ങനെയാണ്: നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവന്റെ രാവിലെ എഴുന്നേറ്റ് അവൻ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനാ വാക്കാണ്: ദൈവമേ, നിന്റെ വഴി, എൻ്റെ വഴിയല്ല, അങ്ങയുടെ വഴി എന്നെ അറിയിക്കണമേ. അപ്പോൾ അനേക വഴികളുണ്ട്, ഇഷ്ടംപോലെ വഴികളുണ്ട്. പക്ഷെ ആ വഴിയിലേക്ക് പോയാൽ അതിൻ്റെ അവസാനം നാശകരമായ വഴിയായി തീരുമെന്ന് സദൃശവാക്യം 14-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു: ഒരു മനുഷ്യന് അവന്റെ വഴി ചൊവ്വുള്ളതും തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികൾ അത്രേ. അതേ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വഴിയിൽ ഒരുവൻ നടന്നാൽ, ദൈവം കാണിച്ചു തരുന്ന വഴിയിലേക്ക് പോയാൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. കാരണം ഏത് വഴിയില്ല? ദൈവം കാണിച്ചു കൊടുത്ത വഴിയില്ല. ദാനിയേലിനെ നിങ്ങൾ നോക്കണം. ദാനിയേൽ എന്തുകൊണ്ടാണ് സിംഹക്കുഴിക്കകത്ത് പോകുന്നു എന്നറിഞ്ഞിട്ടും ദാനിയേലിന് യാതൊരു ഭയവുമില്ല? കാരണം ദാനിയേലിനറിയാം, ഞാൻ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വഴിയാണ് ഞാൻ ആദ്യം കാണുന്നത്, ദൈവത്തിന്റെ വഴിയാണ് ഞാൻ ചോദിക്കുന്നത്. ആ വഴിയിൽ നടക്കുമ്പോൾ എനിക്ക് സിംഹക്കൂട് ഉണ്ടാകും, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, എനിക്ക് എതിരാളികൾ ഉണ്ടാകും. പക്ഷേ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണമെന്ന് ചോദിച്ചാൽ ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിന്റെ വഴിയിലാണ്. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞെ, നീ ദൈവത്തിന്റെ വഴിയിലാണെങ്കിൽ നിനക്കെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ കഷ്ടതകൾ ഒന്നിനു പുറകെ, ഞാൻ പറഞ്ഞതിന്റെ സാരം, ആത്മീയ ജീവിതത്തിൽ ദൈവത്തിന്റെ വഴിയിലേക്ക് വന്നാലും സിംഹക്കുഴി ഉണ്ടാകും, തീച്ചൂള ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അതിൽ ഭീരുവാകേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ, ഞാൻ വന്ന വഴി എൻ്റെ വഴിയല്ല ഞാൻ തിരഞ്ഞെടുത്തത്, ദൈവത്തിന്റെ വഴിയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ വഴിയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ വരും. പക്ഷേ ആ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നത് ഞാനല്ല. ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ ദൈവത്തിന്റെ വഴിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തിന്റെ വഴിയിലാണോ? ദൈവത്തിന്റെ വഴിയിലാണെങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി തരും. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ വഴി വിട്ട് നമ്മൾ യാത്ര ചെയ്താൽ, ഇനി നോക്കണം, ദൈവത്തിന്റെ വഴി നോക്കിയാലും ലോകത്തിന്റെ വഴി നോക്കിയാലും നമ്മുടെ ഇഷ്ടപ്രകാരം വഴി നോക്കിയാലും നമ്മൾ പറയും, ദൈവഹിതം ദൈവഹിതം ദൈവഹിതം. അല്ല, അങ്ങനെയല്ല. അത് നമ്മുടെ സ്വന്തം ബുദ്ധി പറയുന്നതാണ്. ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത് തികവുള്ള വഴിയാണ്. ദൈവത്തിന്റെ വഴി എന്ന് പറയുന്നത് നീതിയുള്ള വഴിയാണ്. ദൈവത്തിന്റെ വഴിയെന്ന് വിശ്വസ്തതയുള്ള വഴിയാണ്. ദൈവത്തിന്റെ വഴിയെന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകളാണ്. ആ വഴിയിൽ, ദൈവവചനത്തിന്റെ വഴിയിൽ ഒരു ഭക്തൻ നടന്നു പോകുമ്പോൾ അവനൊരു ഫിനിഷിംഗ് പോയിന്റ് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യോസെഫിനെ നോക്കണം. യോസെഫ് ദൈവത്തിന്റെ വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്നൊരു മനുഷ്യൻ. എന്തൊക്കെ പ്രതികൂലമെന്ന് നോക്കണം. സഹോദരന്മാരോടുള്ള വെല്ലുവിളികൾ, പൊട്ടക്കിണറ്റിലുള്ള ഇറങ്ങേണ്ട അവസ്ഥകൾ. പക്ഷേ അവനവിടെ പൊട്ടിത്തകർന്നു പോയില്ല. പൊട്ടക്കിണറ്റിൽ വീണിട്ടും പുള്ളി പൊട്ടിത്തകർന്നു പോയില്ല. കാരണം പുള്ളിക്കറിയാം ദൈവത്തിന്റെ പാത, ദൈവത്തിന്റെ പാത, ദൈവം അറിയിച്ചു തന്ന പാത.
ഹല്ലേലൂയ. ദൈവദാസിയെ, ദൈവദാസനെ, ജീവിതത്തിൽ പൊട്ടക്കിണറ്റിനകത്ത് നീ ആയിരിക്കാം. പൊട്ടക്കിണറ്റിന്റെ അവസ്ഥയിലായിരിക്കാം നീ ആയി കിടക്കുന്നത്. നിങ്ങൾക്ക് പറയാമോ, ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്നതും എന്റെ ഇഷ്ടത്തിനല്ല, എന്റെ വഴിയിലല്ല ഞാൻ വന്നതുകൊണ്ടല്ല, ഞാൻ ദൈവത്തിന്റെ വഴിയിൽ വന്നതുകൊണ്ടാണ് ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്നത്. പക്ഷേ എന്റെ ദൈവം ഇതിനകത്ത് പൊട്ടിത്തകരാൻ അനുവദിക്കത്തില്ല. ഇവിടെ കിടന്ന് നിങ്ങൾ പറയരുത്, ഞാൻ ഇന്ന വഴി പോയെങ്കിൽ മതിയായിരുന്നു, എന്റെ നാത്തൂൻ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു, എന്റെ പാസ്റ്റർ പറഞ്ഞ കേട്ടാ മതിയായിരുന്നു എന്നല്ല ചിന്തിക്കേണ്ടത്. ഞാൻ നിന്റെ ദൈവത്തിന്റെ വാക്ക് കേട്ടാണ് ഇറങ്ങിയത്. ആ ദൈവത്തിന്റെ വാക്ക് കേട്ടിറങ്ങുമ്പോൾ പൊട്ടക്കിണർ ഉണ്ടാകും. അടുത്തു നോക്കണം, പൊട്ടക്കിണറ്റിൽ പൊട്ടിത്തകരാതെ വണ്ണം അതിനകത്തുനിന്ന് ആരാണോ ഇട്ടത് അവനെ കൊണ്ട് ദൈവം പുറത്തെടുപ്പിക്കുകയാണ്. ഇനി അടുത്തു നോക്കണം, ചന്തസ്ഥലത്ത് നീക്കുകയാണ്. ആ ചന്തസ്ഥലത്തും പുള്ളി ഭയമില്ല, പുള്ളിക്ക് ഭീതിയില്ല, മറ്റുള്ള അടിമകളെ പോലെ ചഞ്ചല മനസ്സില്ല. എന്താണ് യോസേഫേ, അങ്ങയ്ക്ക് എന്തുകൊണ്ടാണ് ഭയമില്ലാത്തത്? യോസേഫ് അപ്പച്ചൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ വരുന്ന വഴി എന്റെ വഴിയല്ല, ഇത് ദൈവത്തിന്റെ വഴിയാണ്. ദൈവദാസിയെ, കുഞ്ഞെ, ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ആയിരിക്കുന്നവരെ, നിങ്ങളാകുന്ന വഴിയുണ്ടല്ലോ, ദൈവത്തിന്റെ വഴിയിലാണെങ്കിൽ ചില വലിയ പൊട്ടക്കിണറുകൾ ജീവിതത്തിൽ വന്നെന്ന് വരാം. ചില ചന്തസ്ഥലത്തിന്റെ അവസ്ഥകൾ നിങ്ങൾ കണ്ടെന്ന് വരാം. എന്ത് ചെയ്യണമെന്നറിയാതെ, യാതൊരു അഡ്രസ്സും ഇല്ലാതെ, പലരുടെ നിന്ദകളും കുത്തുവാക്കുകളും ജീവിതത്തിന്റെ ഒന്നിനു പുറകെ ഒന്നായി കേൾക്കുന്ന അവസ്ഥകളായിരിക്കാം. തളർന്നു പോകരുത്. നോക്കുക, ദൈവത്തിന്റെ വഴി അടുത്തു കൊണ്ടുപോകുന്നത് പൊത്തിഫോറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. യഹോവ അവന്റെ കൂടെ ഇരുന്നത് കൊണ്ടെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. എടോ, ദൈവത്തിന്റെ വഴിയിലാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിൽ വെച്ച് അവൻ ദൈവം ഉണ്ടെന്ന് ശരിക്കും അറിഞ്ഞില്ല. ചന്തസ്ഥലത്ത് നിൽക്കുമ്പോഴും അവൻ അറിയുന്നില്ല. എന്നാൽ പൊത്തിഫോറിന്റെ വീട്ടിലെത്തിയപ്പോൾ അവന് മനസ്സിലായി, ദൈവം എന്റെ കൂടെ ഇരിക്കുകയാണ്. അതിന്റെ തെളിവെന്ന് പറയുന്നത്, സകലതും പൊത്തിഫോറിന്റെ വീട്ടിൽ എല്ലാം അനുകൂലമാക്കി കൊടുത്തു. നന്മകളെ കൊണ്ട് നിറയ്ക്കാൻ തുടങ്ങി. ഇന്നലകളില്ലാത്ത പല അനുഗ്രഹങ്ങളും കൊടുത്തു. സമൃദ്ധി കൊടുക്കുവാനിടയായി. പൊത്തിഫോർ തന്റെ ഭാര്യയെ മാത്രം ഒഴിച്ച് ബാക്കിയുള്ളതിന്റെ എല്ലാത്തിന്റെ മേൽ വിചാരകരാക്കി വെച്ചുകയാണ്. ഹല്ലേലൂയ. കണ്ടോ, ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ വഴി. ആ ദൈവത്തിന്റെ വഴിയിൽ വന്നപ്പോൾ പിശാചിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പൊത്തിഫോറിന്റെ ഭാര്യ അവന്റെ മേൽ കണ്ണുവെക്കുവാനിടയായി. ഒന്നും രണ്ടും ദിവസമല്ല, അനേകം നാളുകൾ കൊണ്ട് ഒന്നിരിക്കന്റെ അടുക്കൽ, ഒന്നെന്റെ കൂടെ കിടക്ക് എന്ന് അവനെ വശീകരിക്കുവാനിടയായി. എന്നാൽ അവൻ വിശ്വസ്തനായി നിന്നു. കാരണം അവനറിയാം, ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ ഇറങ്ങിയത്, ഞാൻ എന്റെ ഇഷ്ടത്തിനല്ല ഇറങ്ങിയത്, ദൈവത്തിന്റെ പാതയിൽ ഇറങ്ങിയിരിക്കുക, ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പാത ചോദിച്ച് ഓരോ ദിവസവും, ദൈവത്തിന്റെ വഴിയും ദൈവത്തിന്റെ പാതയും ചോദിച്ച് ഓരോ ദിവസവും ഒരു ഭക്തൻ ഇറങ്ങി വരികയാണെങ്കിൽ അവന്റെ മുൻപിൽ ദൈവം ഉണ്ട് എന്ന ഉറപ്പ് ആ വ്യക്തിക്കുണ്ടാകും. അങ്ങനെയാണെങ്കിൽ പൊത്തിഫോറിന്റെ വീട്ടിലെ അവന്റെ ഭാര്യ ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ഇവനെ നിർബന്ധിക്കുകയാണ്. നീ വാ, ആരും ഇവിടെയില്ല. നീ വാ, എന്റെ അടുക്കൽ കിടക്ക്, ആരുമില്ല. എന്റെ അടുക്കൽ ഒന്ന് ഇരിക്ക്, ആരുമില്ല, ആരും കാണില്ല. യോസഫിന് വേണമെങ്കിൽ കാണാം, പക്ഷേ യോസഫിനറിയാം, ദൈവത്തിന്റെ വഴിയിലാണ് ഞാൻ, ദൈവം എന്റെ കൂടെയുണ്ട്. ആമേൻ. ഏത് പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവനെ തകർക്കാൻ വന്നാലും, അവനെ ഉടയ്ക്കാൻ വന്നാലും, ദൈവദാസിയെ, കുഞ്ഞേ, ജീവിതത്തിന്റെ അകത്ത് നീ ദൈവത്തിന്റെ വഴിയാണെങ്കിൽ ഒരു പൊത്തിഫോറിന്റെ ഭാര്യയ്ക്ക് നിന്നെ തൊടാൻ കഴിയുകയില്ല. യോസേഫ് അടുത്തു പോകുന്നത് ദൈവത്തിന്റെ വഴി ചെന്നെത്തിച്ചത് കാരാഗ്രഹത്തിന്റെ ഉൾമുറിക്കകത്തായിരുന്നു. അവിടെയും നമ്മൾ വായിക്കുന്നു, ദൈവം യോസേഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാരാഗ്രഹ പ്രമാണി സകല ഡ്യൂട്ടികളും യവനെ ഏൽപ്പിച്ചിട്ട് ഈ കാരാഗ്രഹ പ്രമാണി തന്റെ കാര്യങ്ങൾക്ക് പോകുക. കണ്ടോ, ദൈവം ഒരുത്തന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ വഴി കണ്ടോ എത്ര ശുഭകരമായ വഴിയാണ്. ഹല്ലേലൂയ. ഒരു വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട
അന്യ ജാതിയായിരിക്കുന്ന, അന്യദേശക്കാരനായിരിക്കുന്ന ഒരു എബ്രായ തലമുറ, എബ്രായ ബാലൻ കാരാഗ്രഹത്തിനകത്തുള്ളവരുടെ സകല ഉത്തരവാദിത്തങ്ങളും കാരാഗ്രഹ പ്രമാണിയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് താൻ അങ്ങോട്ട് മാറിയിരിക്കുന്നെങ്കിൽ ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നിട്ടല്ലേ? ആ വഴി യോസഫിനറിയാം. എന്നെ ഈ കാരാഗ്രഹത്തിൽ കൊണ്ട് ഈ വഴി കാരാഗ്രഹത്തിനകത്ത് വന്നു, ഇനി അടുത്ത് പോകുന്നത് എവിടെയെന്ന് അറിയില്ല. അവൻ കാത്തിരിക്കുകയാണ്. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്ത് നേരെ കൊണ്ടുപോകുന്നത് ഹല്ലേലൂയ ഫറവോന്റെ കൊട്ടാരത്തിൽ ആ വഴി ചെന്ന് ചേരുവാനിടയായി. ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വഴി ഓരോ ദിവസവും തിരഞ്ഞെടുക്കുക. ദൈവത്തോട് ചോദിക്കുക, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, നിന്റെ പാത എന്നെ ഉപദേശിക്കണമേ. പ്രൈസ് ദി ലോർഡ്. എത്ര മനോഹരമായിരിക്കുന്ന ദാവീദിന്റെ ഒരു പ്രാർത്ഥനാ വാക്കുകളാണ്. ഞാനും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് ചോദിക്കേണ്ട, കർത്താവേ നിന്റെ വഴി, എന്റെ വഴിയല്ല, അങ്ങയുടെ വഴി എന്നെ അറിയിക്കണമേ, എങ്കിലേ എനിക്ക് ആ വഴി വരാൻ പറ്റൂ. അപ്പോഴും ദൈവം ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പൊട്ടക്കിണറുണ്ടെന്ന് ഇന്ന് പൊട്ടക്കിണറുണ്ടെന്ന് പറയുന്നില്ല, ചന്തസ്ഥലമുണ്ടെന്ന് പറയുന്നില്ല, പൊത്തിപ്പോന്റെ വീട്ടിലെ പാവമുണ്ടെന്ന് പറയുന്നില്ല, കാരാഗ്രഹം ഉണ്ടെന്ന് പറയുന്നില്ല. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓരോ രാവിലെകളിലും എഴുന്നേറ്റ് നാം പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ ഇന്ന് എന്റെ ഇഷ്ടം നടക്കണം, ഇന്ന് ഇന്നടത്തൊക്കെ ഞാൻ പോകുന്നു, ഇന്നടത്തൊക്കെ കാര്യം ചെയ്തു, നീ എന്റെ കൂടെ വരണമെന്നല്ല, നിന്റെ വഴി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വഴി, തികവുള്ള വഴി. ആ തികഞ്ഞ വഴി കാണണമെങ്കിൽ, ആ ദൈവത്തിന്റെ യഥാർത്ഥമായി എന്നെ കുറിച്ചുള്ള പദ്ധതികൾ നടക്കണമെങ്കിൽ ദൈവത്തിന്റെ വഴിയിൽ നടക്കണം. എന്റെ പദ്ധതികളല്ല ദൈവത്തിന്റെ പദ്ധതികൾ, എന്റെ ആലോചനകളല്ല ദൈവത്തിന്റെ ആലോചനകൾ. നമ്മൾ തമ്മിൽ വ്യത്യസ്തമാണ്. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ വഴിയും ദൈവത്തിന്റെ വഴിയും തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതല്ല ദൈവം ചിന്തിക്കുന്നത്. നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ഈ ആത്മീയ ജീവിതത്തിൽ അന്ത്യം വരെ കരുതാമെന്ന് പറഞ്ഞവന്റെ വഴിയിൽ കൂടെ നാം കടന്നു വരുന്നുവെങ്കിൽ ഓരോ രാവിലുകളിലും, ഓരോ കാര്യങ്ങളിലും, ഓരോ വിഷയങ്ങളിലും, എത്ര വലിയ പ്രതിസന്ധിയുള്ള വിഷയത്തിലും നമ്മൾ ചോദിക്കും, കർത്താവേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, പൊട്ടക്കിണറ്റിനകത്ത് കിടന്ന ഒരുത്തൻ പ്രാർത്ഥിക്കുകയായിരിക്കാം, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ചന്തസ്ഥലത്ത് കിടന്ന ഒരുത്തൻ പ്രാർത്ഥിക്കുകയായിരിക്കാം, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. പൊത്തിപ്പോറിന്റെ ഭാര്യ വശീകരിക്കുമ്പോഴും ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. കാരാഗ്രഹത്തിന്റെ ഉൾമുറിക്കകത്ത് കിടക്കുമ്പോഴും പ്രാർത്ഥിക്കാതിരിക്കാം, ദൈവമേ നിന്റെ വഴി അറിയിക്കണമേ. അതേ പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഏത് കാട്, മേട്, ഇരുട്ടിന്റെ ശക്തികൾ നിങ്ങളുടെ ജീവിതത്തെ ഒതുക്കാൻ നോക്കുമ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ, കർത്താവേ ഇവിടെ അങ്ങയുടെ വഴി എന്നെ അറിയിക്കണമേ. എന്റെ വഴിയിലല്ല, പഞ്ചായത്ത് മെമ്പർ പറയുന്ന വഴിയല്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്ന വഴിയല്ല, ഇന്ത്യൻ ഭരണഘടന പറയുന്ന വഴിയല്ല, അങ്ങയുടെ വഴി, അങ്ങയുടെ വഴി. എന്റെ ശുശ്രൂഷയിൽ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണം. കൂടെ നിൽക്കുന്നവർ പറയുന്ന വഴിയല്ല, എന്റെ ഭാര്യ പറയുന്ന വഴിയല്ല, എന്റെ ഭർത്താവ് പറയുന്ന വഴിയല്ല, എന്റെ കുഞ്ഞുങ്ങൾ കാണിച്ചത് അങ്ങയുടെ വഴി. എപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത്? സമൃദ്ധി വരുമ്പോഴല്ല. എല്ലാ വഴികളും അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവിനോട്, കർത്താവ് നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം. എങ്കിൽ കോരേശിനു വേണ്ടി വഴി തുറന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, ചെങ്കടലിന്റെ സകലവിധമാകുന്ന പൂട്ടും പൊട്ടിച്ച് മോശയെ അപ്പുറത്ത് കടത്തിയ ദൈവത്തിന്റെ പാത. മോശ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തളർന്നവരായിട്ടല്ല നിൽക്കുന്നത്. ബാക്കിയുള്ള 25 ലക്ഷത്തിലധികം പേർ തളർന്നുപോയി, മടുത്തുപോയി, പുറകിലോട്ട് പോകാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ വേദനപ്പെടുമ്പോൾ മോസസ് അവൻ തകർന്നില്ല. അവൻ ചെങ്കടലിന്റെ മുമ്പിൽ അടുത്ത് ചോദിക്കുന്നു, വഴി പറഞ്ഞു തരിക. ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഓരോ പ്രതിസന്ധിയുടെ നടുവിലും പറയുക, വഴി പറഞ്ഞു തരണമപ്പാ. നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അടഞ്ഞു കിടക്കുന്ന വഴികൾ തുറക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ആരോടൊക്കെ പറയുകയാണ്,
ചിലപ്പോൾ തലമുറയുടെ വിഷയമായിരിക്കാം, കുടുംബനാഥന്റെ വിഷയമായിരിക്കാം, ജീവിതത്തിന്റെ വിഷയമായിരിക്കാം. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, ഭൂമിയിലുള്ളത് അന്വേഷിച്ചല്ല പോകേണ്ടത്, മനുഷ്യനെ അന്വേഷിച്ചല്ല പോകേണ്ടത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്, ഫിറോക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വഴി താൽക്കാലികമാണ്, നമ്മുടെ വഴി അവസാനം മരണമാണ്, നമ്മുടെ വഴി തകർച്ചയുള്ള വഴിയാണ്. ഇന്ന് ആദ്യം ഒരു മനുഷ്യന് നന്നെന്ന് തോന്നും, ഈ വഴി ഇടുക്കവും ഞെരുക്കമാണ്. ശരിയാ, ദൈവം പറയുന്ന വഴി ഇച്ചിരി ഞെരുക്കവും ഇടുക്കവും ഞെരുക്കമാ, പക്ഷെ അതിന്റെ അവസാനം ശുഭകരമായിരിക്കും, അവസാനം സന്തോഷമായിരിക്കും. തുടക്കം ചെറുതാണെങ്കിലും അവസാനം വലിപ്പമുള്ള നന്മകൾ നമുക്ക് പ്രാപിക്കാൻ പറ്റും. അതെ, എൻ്റെ പ്രിയമുള്ളവർ പറയട്ടെ, നമ്മുടെ വഴി ഏതാണ്? ലോകം പറഞ്ഞു തന്ന വഴിയാണോ? ബന്ധങ്ങൾ കാണിച്ചെന്ന വഴിയിലാണോ ഞാൻ പോകുന്നത്? അതോ ഒരു സഭ എനിക്ക് കാണിച്ചെന്ന വഴിയിലാണോ ഞാൻ പോകുന്നത്? എങ്കിൽ നിങ്ങൾ പരാജയപ്പെടും നിശ്ചയമായി. ഇന്ന് രാവിലെ സങ്കീർത്തനക്കാരൻ പാടിയ പാട്ട് പോലെ, കർത്താവേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. 2, നിന്റെ പാതയെ എനിക്ക് ഉപദേശിച്ചു തരണമേ. കണ്ണുകളെ മൂടാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയത്ത് വേദന അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. വഴി അറിയാതെ സ്വന്തം ബുദ്ധിപ്രകാരം എടുത്തു ചാടി, പലരും പറഞ്ഞു കേട്ട് ഇറങ്ങി ചാടി, പക്ഷെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടപ്പ ആരോടൊക്കെ ഇത് നല്ലതാണ്, ഇതൊക്കെ അനുഗ്രഹമാണ്, ഈ ബന്ധം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് എടുത്ത് ചാടിയതാ. എല്ലാം പോയി, എല്ലാം തൊലഞ്ഞു. ഇന്ന് നിരാശകൾ മാത്രമേ ഉള്ളൂ, കണ്ണുനീര് മാത്രമേ ഉള്ളൂ. കർത്താവെ, ആവശ്യമില്ലാത്ത സാമ്പത്തിക ഇടപാടിലെടുത്ത് ചാടി ഇന്ന് സാമ്പത്തിക കുരുക്കിൽ കഴിയുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, ഇന്ന് രാവിലെ ദൈവത്തിന്റെ വഴി ചോദിക്ക്, ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വാ. ദൈവം നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണ്. ഹല്ലേലൂയ. ആരോ പറഞ്ഞ് ഇന്ന ശുശ്രൂഷ കൊള്ളാം, ഇന്ന നന്മ കൊള്ളാം, ഇന്ന ആരാധന കൊള്ളാം, എടുത്ത് ചാടിയതാ. ഇന്ന് എല്ലാം തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു, ആത്മജീവിതം നഷ്ടപ്പെട്ടു, ഹല്ലേലൂയ, വിശുദ്ധി നഷ്ടപ്പെട്ടു, ജീവിതത്തിനകത്ത് മലിനത സംഭവിച്ചു പോയി. അയ്യോ, ഇനി എനിക്ക് ആരാധന വേണ്ട, എനിക്കിനി ഒരു ദൈവവാസം വരെ വിശ്വാസമില്ല. ആ ലെവലിലായിരിക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ദൈവത്തിന്റെ വഴി ചോദിച്ചിട്ടാണോ ഇറങ്ങിയത്? ദൈവത്തിന്റെ വഴി തികവുള്ള വഴി. ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഹല്ലേലൂയ. പ്രശ്നമില്ലാതിരിക്കുമ്പോഴല്ല, പ്രശ്നത്തിന്റെ നടുവിൽ ചോദിക്കേ, കർത്താവെ ഇവിടെ എനിക്ക് വഴി പറഞ്ഞു തരണമേ. കർത്താവ് ഇതിന്റെ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഈ വചന ശുശ്രൂഷ ഒരു വിടുതലായി തരണമേ, ചിലർക്ക് അനുഗ്രഹമായി തരണമേ, ചിലർക്ക് രോഗശാന്തിക്ക് കാരണമായി തരണമേ, അവരുടെ മാനസാന്തരത്തിന് കാരണമായി തരണമേ, ക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്ന ഇത് കാരണമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിക്കണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വിവിധ തരത്തിൽ ശത്രു നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുകയായിരിക്കാം. പക്ഷെ അതെന്തുകൊണ്ട്? നിങ്ങളുടെ വഴി നിങ്ങളുടെ ഇഷ്ടത്തിൽ ഓടിയതുകൊണ്ടാണ്. നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി ഇങ്ങനെ ആകാൻ കാരണം നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞ് കേട്ട് ഓടിയതാ. നിങ്ങളുടെ ശുശ്രൂഷ ഇങ്ങനെ തകരാനുള്ള കാര്യം എന്താ? ആരോ കണ്ട് ആരോ പറഞ്ഞും ചാടി ഓടിയതാ. ദൈവത്തിന്റെ വാക്ക് കേട്ടോ, ദൈവത്തിന്റെ വാക്ക് കേട്ട് ആ വഴിയിൽ ഇറങ്ങിയാൽ ശുഭകരമായിരിക്കും. സാമ്പത്തികമായി ആരാണ്ടോ പറഞ്ഞു കുറച്ച് പലിശക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്തതല്ലേ, എല്ലാം പോയില്ലേ? ഇന്ന് രാവിലെ ദൈവം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ വഴി എന്താണെന്ന് കണ്ടെത്തി ആ വഴിയിലേക്ക് പോകുക. എല്ലാം ശുഭകരമായി തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.